Hello riders. അങ്ങനെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്കോട്ടിന്റെ Subcross 30 2023 നമ്മുടെ സ്റ്റോറിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും കുറച്ച് നാളായിട്ട് ഈ ഒരു ബൈക്ക് അവൈലബിൾ അല്ലായിരുന്നു. ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ വിറ്റ ബൈക്കുകളിൽ ഒന്നാണ് സ്കോട്ടിന്റെ Subcross 30 എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇതിനകത്ത് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് വന്നിരിക്കുന്ന കളർ ഡിഫറൻസ് ആണ്. അത് മിക്കപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷം ബ്രാൻഡ് മോഡൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് കളർ വേരിയേഷൻ ആയിരിക്കും കൂടുതലായിട്ട് സംഭവിക്കുന്നത്. അപ്പോൾ ഇത്തവണയും നമുക്ക് ആ ഒരു കളർ വേരിയേഷൻ തന്നെയാണ് ഈ ഒരു ബൈക്കിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു Subcross 30 ഇപ്പം വന്നപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ സ്മോൾ മീഡിയം ലാർജ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് സ്മോൾ മീഡിയം ലാർജ് XL ഇങ്ങനെ 4 ഫ്രെയിം സൈസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഹൈറ്റ് കുറഞ്ഞവർ തൊട്ട് ഹൈറ്റ് കൂടിയവർക്ക് വരെ ഉള്ള ഫ്രെയിം ഓപ്ഷൻസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ Subcross 30 കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം Subcross 30 എന്ന് പറയുന്നത് Subcross 10, Subcross 20, 30, 40, 50 ഈ ഒരു 5 മോഡൽ നമുക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബൈക്സ് ആണ്. ശരിക്കും കഴിഞ്ഞ നമ്മൾ ഈ ബൈസൈക്കിൾ ഇൻഡസ്ട്രിയിൽ വരുന്ന സമയം തൊട്ട് നമ്മൾ Subcross 30 കാണുന്നുണ്ട്. ശരിക്കും നല്ലൊരു റിവ്യൂ ഉള്ള മോഡലാണ്. ഞാനിതിൻ്റെ Subcross 10 യൂസ് ചെയ്തിട്ടുണ്ട്. Subcross 10ഉം ഈ 30യും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് കോമ്പോണൻസിൻ്റെ അകത്തുള്ള വേരിയേഷൻ മാത്രമാണ്. ബാക്കി ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബൈക്കിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അപ്പോൾ ഈ ഒരു ബൈക്കിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ കോസ്റ്റ് നമുക്കിപ്പോൾ വന്നിരിക്കുന്ന കോസ്റ്റ് എന്ന് വെച്ചാൽ 59,000 റുപ്പീസാണ്. കഴിഞ്ഞ വർഷത്തെ പ്രൈസുമായിട്ട് വലിയ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. ചില ബൈക്കൊക്കെ സംബന്ധിച്ചിടത്തോളം 10,000-15,000 രൂപ ഡിഫറൻസ് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ചെറിയൊരു വേരിയേഷൻ മാത്രമാണ് പ്രൈസിൽ വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കളറുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ട് എനിക്ക് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് തോന്നി. പിന്നെ നമ്മൾ എപ്പോഴും നമുക്ക് ആകെ ഇതിൻ്റെ അകത്ത് പറയാൻ പറ്റുന്ന ഒരു നെഗറ്റീവ് എന്നുള്ളത് ഇതിൻ്റെ ഈ കേബിൾ എക്സ്റ്റേണൽ വരുന്നു എന്നുള്ളത് മാത്രമാണ്. ആ ഒരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കംഫർട്ട് ആഗ്രഹിക്കുന്ന ഒരു റൈഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ഈ ഒരു Subcross 30 എന്ന് പറയുന്നത്. ഒരു അപ്ഗ്രേഡേഷൻ, അതായത് ഒരു എൻട്രി ലെവൽ സൈക്കിൾ യൂസ് ചെയ്യുന്നു, ഫ്രെയിം സൈസ് ഒന്നും ഇല്ലാതെ ഒരു സമയത്ത് നമ്മുടെ ബഡ്ജറ്റൊക്കെ കുറഞ്ഞുള്ള സമയത്ത് നമ്മൾ നേരെ പോയി മേടിച്ചു, അല്ലെങ്കിൽ എനിക്ക് സൈക്കിൾ ചവിട്ടാൻ പറ്റുമോ എന്നുള്ള ആഗ്രഹം നടന്ന സമയത്ത് പറ്റുമോ ഇല്ലയോ എന്ന് തീരുമാനം എടുക്കുന്നതിന് വേണ്ടി പോയി ബൈക്ക് മേടിച്ച ആൾക്കാർ കാണും. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു നെക്സ്റ്റ് ലെവൽ അപ്ഗ്രേഡേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറ്റുന്ന കിടില ഒരു മോഡലാണ് സ്കോട്ടിൻ്റെ Subcross 30 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രെയിമിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് മഡ് ഗാർഡ്സ്, അതുപോലെ തന്നെ ക്യാരിയേഴ്സ്, ഈവൻ നമ്മൾ ഫ്രണ്ടിലും നമ്മൾ ക്യാരിയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു നമ്മുടെ റൈഡർ ഓൾ ഇന്ത്യ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലും നമ്മൾ ക്യാരിയർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടും റിയറും ക്യാരിയേഴ്സ് വെക്കാനും അതുപോലെ തന്നെ മഡ് ഗാർഡ്സ് ഒക്കെ വെക്കാനും ഉള്ള പ്രൊവിഷനും കാര്യങ്ങളും ഒക്കെ ഈ ഒരു ബൈക്കിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഇനി ബേസിക്കലി നമുക്ക് ഈ ഒരു സൈക്കിളിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാധാരണ സ്കോട്ടിൻ്റെ ബൈക്കുകളൊക്കെ വരുന്ന പോലെ തന്നെ 6061 കസ്റ്റം ബെർട്ടഡ് അലോയ് ഫ്രെയിമാണ് നമ്മുടെ ഈ ഒരു ബൈക്കിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കോമ്പോണൻസ് ഞാൻ നിങ്ങളെ കുറച്ചും കൂടെ ഒന്ന് അടുത്തായിട്ട് ഞാൻ കാണിച്ചു തരാം. ശരിക്കും പലരും നമ്മളോട് പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ദൂരെ വെച്ചെടുക്കുന്നതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന പോലെ കോമ്പോണൻസ് അടുത്ത് കാണാൻ കഴിയുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ അടുത്ത് വെച്ച് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രെയിം വരുന്നത്. വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫെൻഡേഴ്സിൻ്റെയും അതുപോലെ തന്നെ ക്യാരിയേഴ്സും ഒക്കെ വെക്കാനുള്ള പ്രൊവിഷൻ വരുന്നുണ്ട്. അതുപോലെ 2 ബോട്ടിൽ ഹോൾഡറിൻ്റെ പ്രൊവിഷനും നമുക്ക് ഈ ഒരു ബൈക്കിൻ്റെ അകത്ത് കാണാൻ കഴിയും. ഇനി നമ്മളിതിൻ്റെ ടയേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 700x45C ടയേഴ്സാണ് വരുന്നത്. കെൻഡായുടെ ബൂസ്റ്റർ ടയേഴ്സാണ് ഇതിൻ്റെ അകത്ത് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ റിം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് കണ്ടില്ലേ, സിങ്ക്രോസിൻ്റെ റിമ്മാണ് നമുക്ക് ഈ ബൈക്കിൻ്റെ അകത്ത് വരുന്നത്. ഇനി ഇതിൻ്റെ ഹബ്ബ് നോക്കിക്കഴിഞ്ഞാൽ ഫോർമുലയുടെ ഹബ്ബും അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്ക് ബ്രേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടെക്ട്രോയുടെ ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്സുമാണ് കാണുന്നത്. നമുക്കിനി നോക്കാനുള്ള ഇതിൻ്റെ ഷോക്കാണ്. ഇതിൻ്റെ ഷോക്ക് വരുന്നത് SR സന്തൂറിൻ്റെ ഷോക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഷോക്ക് വിത്ത് ഷോക്ക് ലോക്കും ഈ ഒരു ബൈക്കിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഇനി നമ്മൾ ഇതിൻ്റെ ക്രാങ്കിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഷിമാനോയുടെ ഒക്ടാലിംഗ് ക്രാങ്കാണ് വരുന്നത്. അപ്പോൾ ബേസിക്കായിട്ട് വരുന്ന ബേസ് മോഡൽ എന്ന് പറയുന്നത് നമുക്ക് സ്ക്വയർ ടേപ്പറാണ്. ഇതിൻ്റെ അടുത്ത മോഡലാണ് ഒക്ടാലിംഗ് എന്ന് പറയുന്നത്. ഇത് 26, 36, 46 എന്നുള്ള കോമ്പിനേഷനാണ് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഡിറൈൽഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഷിമാനോ ഓൾട്ടിസ് ആണ് വരുന്നത്. ഇനി നമ്മളിതിൻ്റെ KMCയുടെ ചെയിനാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. X99 എന്നുള്ള മോഡലാണ്. അതുപോലെ തന്നെ നമ്മൾ റിയർ കാസറ്റ് എടുത്തു കഴിഞ്ഞാൽ ഷിമാനോ തന്നെയാണ്, 9 സ്പീഡാണ്. ഇപ്പോൾ 27 സ്പീഡാണ് ഈ ഒരു ബൈക്ക് വരുന്നത്. ഇതിൻ്റെ റിയർ ഡിറൈൽഡ് കണ്ടില്ലേ, റിയർ ഡിറൈൽഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് അലീവിയോ ആണ് വരുന്നത്. ഇനി നമ്മുടെ റിയർ ഹബ്ബ് എടുത്ത് നോക്കിയാൽ നമുക്ക് നമുക്ക് വരുന്നത് ഫോർമുലയുടെ ഹബ്ബ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ടയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലെ സെയിം മോഡൽ തന്നെയാണ്, 700x45C തന്നെയാണ് ഇതിൻ്റെ ടയേഴ്സും വരുന്നത്. ഇനി നമുക്ക് ബേസിക്കായിട്ട് സ്കോട്ടിൻ്റെ ബൈക്കിലെ കാണുന്ന പോലെ തന്നെ സിങ്ക്രോസിൻ്റെ സീറ്റ് പോസ്റ്റും അതുപോലെ തന്നെ സിങ്ക്രോസിൻ്റെ സീറ്റും
ഗ്രിപ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിങ്ക്രോസ് തന്നെയാണ് കരുതുന്നത്. അതുപോലെ ഹാൻഡിലും സ്റ്റെമ്മും എല്ലാം നമുക്ക് സിങ്ക്രോസ് തന്നെയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ വീഡിയോ ഇടാൻ മടിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എഡിറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. കാര്യം ഒരു ലോങ് വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സമയം മൊബൈലിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാൻ പലപ്പോഴും മടിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ അങ്ങ് ഇടുവാണ്, എഡിറ്റിംഗ് അങ്ങ് ഒഴിവാക്കുന്നു. അതായത് വീഡിയോ എടുക്കുക, അതിൻ്റെ തെറ്റുകൾ വരും. ഇപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്തും എനിക്ക് ചെറിയ തെറ്റൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് ഞാൻ തിരുത്താനും നിൽക്കുന്നില്ല, ഞാനത് എഡിറ്റ് ചെയ്യാനും നിൽക്കുന്നില്ല, അത് ഡയറക്റ്റായിട്ട് അങ്ങ് അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബൈക്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ബൈക്ക് നമുക്ക് ഡിഫറെൻറ്റ് ഓപ്ഷൻസ്, നമുക്കിപ്പോൾ നിങ്ങൾക്ക് ക്യാഷ് പർച്ചേസ് ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ EMI ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ 59,000 റുപ്പീസ് വരുന്ന ഈ ഒരു ബൈക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് പകുതി പൈസ അടച്ചിട്ട് പകുതി പൈസ നിങ്ങൾക്ക് 9 മാസമായിട്ട് നമുക്ക് EMI കൺവേർട്ട് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. ബജാജിൻ്റെ കാർഡ് ഹോൾഡേഴ്സിനാണ് ഈ ഒരു ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ 6 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 6 മാസത്തെ EMI ആയിട്ട് നമുക്ക് മൊത്തം ഇതിനെ നമുക്ക് 9 മാസമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം ഈ ടോട്ടൽ എമൗണ്ടിന്. എന്നിട്ട് നമുക്ക് 6 മാസത്തെ EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാം. 3 മാസത്തെ നമ്മൾ 3 മാസം നമ്മൾ അഡ്വാൻസ് ആയിട്ട് അടയ്ക്കേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് മറ്റൊരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ള. ഇനി ക്രെഡിറ്റ് കാർഡ്, HDFC, ICICI, വൺ കാർഡ്, കോട്ടക്ക് ഇങ്ങനെയൊക്കെയുള്ള ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്കിത് നോ കോസ്റ്റ് EMI ആയിട്ട് 6 മാസം ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും, ഇപ്പം ബജാജ് ആണെങ്കിലും ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും പ്രോസസ്സിംഗ് ചാർജോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റോ ഉണ്ടാകുകയില്ല. ഇത് സ്കോട്ട് നമുക്ക് തരുന്ന, കസ്റ്റമർക്ക് തരുന്നൊരു പ്രിവിലേജ് സ്കീമാണ്. ഇനി മറ്റൊരു കാര്യം, നമ്മൾ പല ബ്രാൻഡുകളും നമ്മളിപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളതും നമ്മൾ ഈ സ്കോട്ടുമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ കഴിഞ്ഞൊരു 6-7 വർഷമായിട്ട് എന്താണ് സ്കോട്ടിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് നമ്മളോട് പലരും ചോദിക്കാറുണ്ട്. ഇപ്പോഴത്തെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മിക്ക ബ്രാൻഡുകളും നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ നമ്മൾ സ്കോട്ടിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമുക്ക് കസ്റ്റമർ കൊടുക്കാൻ പറ്റുന്ന സപ്പോർട്ട് ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കോട്ട് നമുക്ക് തരുന്ന ഒരു സപ്പോർട്ടാണ്. ശരിക്കും കഴിഞ്ഞ 12 വർഷമായിട്ട് സ്കോട്ട് ഇന്ത്യയിൽ ഡയറക്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നാളെ ഈ ഒരു സ്റ്റോർ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏതൊരു സ്റ്റോറിൽ നിന്ന് ബൈക്ക് എടുത്തു, ആ സ്റ്റോർ ഇല്ല അല്ലെങ്കിൽ ആ സ്റ്റോറുകാരൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് തന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഡയറക്റ്റ് കമ്പനിയെ അപ്രോച്ച് ചെയ്യാനുള്ള പ്രൊവിഷൻ നമുക്ക് സ്കോട്ടിൽ അവൈലബിൾ ആണ്. എന്നാൽ നമ്മുടെ ഇമ്പോർട്ടേഴ്സ് കൊണ്ടുവരുന്ന പല ബ്രാൻഡുകളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം ഒരു ഇമ്പോർട്ടർ ആയിരിക്കും, 2 വർഷം കഴിയുമ്പോൾ വേറൊരു ഇമ്പോർട്ടർ ആയിരിക്കും. ശരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ആവശ്യമുണ്ട്, നമുക്ക് നമുക്ക് സൈക്കിളിൻ്റെ കാര്യമാണ്, നമ്മൾ റോഡിലേക്ക് ഇറങ്ങുന്നതാണ്, ഒരു ഫ്രെയിം ആക്സിഡൻ്റ് ആയി, നമുക്കൊരു ഫ്രെയിം വേണം, ആരോടും പോയി ചോദിക്കാൻ കാണത്തില്ല, ഈ പറയുന്ന സാധനം കിട്ടത്തുമില്ല. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്കോട്ടിലൊക്കെ നമുക്ക് അങ്ങനത്തെ ഒരു ആവശ്യം വന്നിട്ട് നമ്മുടെ ഒരു കസ്റ്റമർക്കൊക്കെ ഒരു ബൈക്ക് ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് കമ്പനി 2022 വണ്ടിയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, 2023 ഫ്രെയിം കൊടുത്ത് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രാൻഡ് തരുന്ന ഒരു പ്രിവിലേജാണ്, കസ്റ്റമർക്ക് തരുന്ന ഒരു പ്രിവിലേജാണ്. അതും ആ ഫ്രെയിം കൊടുക്കുന്ന സമയത്ത് കമ്പനി ഓൺ കോസ്റ്റിനാണ് ആ ഫ്രെയിം കൊടുത്തത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രിവിലേജുകളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബ്രാൻഡിൽ നിന്ന് ഡയറക്റ്റ് അല്ലെങ്കിൽ ബ്രാൻഡ് ഡീലറിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യണം. അപ്പോൾ ശരിക്കും ഇന്ത്യയിൽ ഇന്ന് ഒത്തിരി ബ്രാൻഡുകൾ അവൈലബിൾ ആണ്. ഇതിൽ വെറും 2 ബ്രാൻഡുകൾ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ കമ്പനി ഡയറക്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന വലിയൊരു സത്യം. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്ത് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നാസർ സൈനിങ് ഓഫ്.